നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ബ്ലെസിംഗ് മുസറബാനിയുടെ ബോള് സിക്സർ അടിക്കാനുള്ള ശ്രമം പാളി. സഞ്ജുവിൻ്റെ ഷോട്ട് റയാൻ ബോളിൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ചെന്നൈ ക്രൗഡ് നിശബ്ദമായി. അതുവരെ സഞ്ജുവിൻ്റെ സാന്നിധ്യം കൊണ്ട് അവർ ആർത്ത് വിളിക്കുകയായിരുന്നു. ടോസിൻ്റെ സമയത്ത് സഞ്ജു കളിക്കുന്നു എന്ന് സൂര്യ പറഞ്ഞത് മുതൽ സഞ്ജു വിക്കറ്റ് കീപ്പിംഗ് നടത്തുമെന്നുകൂടി പറഞ്ഞപ്പോൾ വലിയ രൂപത്തിൽ ഉച്ചസ്ഥായിലായി ആ ഒരു റോറ്. സഞ്ജു വന്നു, സിക്സർ അടിച്ചുകൊണ്ട് അക്കൗണ്ട് തുറന്നു. കിടിലൻ തുടക്കമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ മികച്ച തുടക്കം ഒരു ബിഗ് സ്കോറായിട്ട് കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. ഏതായാലും നമീബിയക്കെതിരെ അദ്ദേഹം 8 പന്തിൽ നിന്ന് 22 റൺസ് അടിച്ചിരുന്നു. സിംബാബ്വെക്കെതിരെ 15 പന്തിൽ നിന്ന് 24 റൺസ്. ഇനിയിപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ വെർച്വൽ നോക്കൗട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആ മത്സരത്തിൽ അദ്ദേഹത്തിന് ബിഗ് സ്കോറിലേക്ക് കാര്യങ്ങളെ കൺവേർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും സഞ്ജുവിൻ്റെ ഈ ഒരു പ്രകടനത്തോടുകൂടി ഈ വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ ഉയർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് പിറന്നിരിക്കുന്നത്. 48 റൺസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വന്നു. സഞ്ജുവിൻ്റെ മികച്ച തുടക്കമായിരുന്നു. 2 സിക്സറുകൾ, ഒരു ക്രൈസി സിക്സറൊക്കെ നമ്മൾ കണ്ടു അദ്ദേഹത്തിൽ നിന്ന്. കിടിലൻ 2 സിക്സറുകൾ, പിന്നെ മനോഹരമായിട്ടുള്ള ഒരു ഡെഫ് ടച്ചിലൂടെ അദ്ദേഹം നേടിയിട്ടുള്ള ബൗണ്ടറി, എല്ലാം കൂടി നോക്കുമ്പോൾ നല്ല ടച്ചിലായിരുന്നു. ഒരു ബിഗ് സ്കോർ വരുമെന്ന് കരുതി. ബട്ട് അവിടെയാണ് നമുക്ക് നിരാശ വന്നത്. 15 പന്തിൽ നിന്ന് ഒരു 4ഉം 2 6ഉം അടക്കം 24 റൺസാണ് കുറിച്ച്. ബ്ലെസിംഗ് മുസറബാനി എന്ന സിംബാബ്വെയുടെ ഏറ്റവും മികച്ച ബൗളർ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ഒക്കെ ഉപയോഗപ്പെടുത്തി ഒരു സ്ലോ ബോൾ എറിയാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിലാണ് സഞ്ജു അടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അവിടെയാണ് പിഴച്ചത്. അത് ക്യാച്ചായിട്ട് പോകുമ്പോൾ അതുവരെ ആർത്ത് വിളിച്ച ചെന്നൈ ക്രൗഡ് ലിറ്ററലി സൈലൻ്റായിപ്പോയി. ആ അക്ഷരാർത്ഥത്തിൽ നിശബ്ദരായിപ്പോയി. പ്രത്യേകിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയ താരമാണ് സഞ്ജു. CSKയ്ക്ക് വേണ്ടി അതേ പിച്ചിൽ ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആരാധകർ ആവേശത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. എനിവേ, നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ 5 ഓവറുകളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 5 ഓവറിൽ ടീം ഇന്ത്യക്ക് 63 റൺസ് ഉണ്ട്. ഇഷാൻ കിഷൻ 4 പന്തിൽ 4 റൺസുമായിട്ടും അഭിഷേക് 12 പന്തിൽ 27 റൺസുമായിട്ടും ക്രീസിലുണ്ട്. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ഈ കണക്കുകളൊക്കെ മാറി മറിഞ്ഞേക്കും. ഏതായാലും സഞ്ജുവിൻ്റെ കാര്യത്തിൽ മികച്ച തുടക്കം കിട്ടി എന്നുള്ളത് സന്തോഷമാണ്. എന്നാൽ പോലും അതൊരു വലിയ സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു അവസരം കൂടി, അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭാവിലാസം കാണിക്കാനുള്ളൊരു അവസരം കൂടി കൈവിട്ടു പോയി എന്നൊരു നിരാശ എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇതിൽ അഭിപ്രായം? അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.